ഹലോ എവരിവൺ, ഞാൻ ഇപ്പോൾ നാട്ടിലാണുള്ളത്, കണ്ണൂരാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു മാസം വർക്ക് ഫ്രം ഹോം എടുത്ത് ഞാൻ നാട്ടിൽ വന്നു. വല്ലാത്തൊരു ഡിസിഷനായിപ്പോയി, അതും ഏപ്രിൽ മാസത്തിൽ. ഇതുപോലൊരു ബ്ലണ്ടർ ഞാൻ ജീവിതത്തിൽ ചെയ്തില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ബാംഗ്ലൂർ നല്ല അടിപൊളി ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് നിന്നും ഇപ്പം ഏപ്രിൽ മാസം നാട്ടിലേക്ക് വർക്ക് ഫ്രം ഹോം എടുത്ത് വന്ന മണ്ടൻ ഞാൻ മാത്രമായിരിക്കും. ചൂട് കൊണ്ട് ഉരുകയാണ്, ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ വീട്ടിലിരിക്കുക, പണിയെടുക്കുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. ഫാനൊന്നും മതിയാവുന്നില്ല, അങ്ങനെ ചൂടെടുത്ത് കിടന്നുറങ്ങുക, പിന്നെയും ഇതൊക്കെ തന്നെ റിപ്പീറ്റ്. അങ്ങനെ കുറേ ദിവസം പോയി. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ വെറുതെ വണ്ടിയെടുത്ത് ഒന്ന് ചുമ്മാ നാട്ടിലൂടെ പുറത്തിറങ്ങിയതാണ്. എൻ്റെ നാട് വരുന്നത് കണ്ണൂർ വയനാട് ബോർഡറിൻ്റെ അടുത്ത് ആലച്ചേരി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. കോളയാട് പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് വണ്ടിയെടുത്ത് ഡ്രൈവിന് പുറത്തിറങ്ങി. ഇപ്പോൾ ഒരു സമയം ഒരു 5:30 ആയി. അപ്പം ഇങ്ങനെ പണികളൊക്കെ അത്യാവശ്യം ഒന്ന് തീർത്ത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ കുറച്ച് നാളായി വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു ഡാഷ് ക്യാം ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാഷ് ക്യാമിന് ശേഷം കുറച്ച് സംഭവങ്ങളുണ്ട് പറയാൻ. അതായത് എന്തുകൊണ്ട് ഡാഷ് ക്യാം ഞാൻ ഫിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് ബാംഗ്ലൂർ ജീവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ റീസൺ. അതായത് അവിടെയുള്ള എന്താ പറയുക, നമ്മൾ മലയാളി പേജസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദിവസം 1-2 ഇൻസിഡൻസ് ഉണ്ടാവും. അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ അതർ സ്റ്റേറ്റ് വണ്ടികൾക്കെതിരെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കാണിക്കുന്ന കുറച്ച് പരിപാടികൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1-2 സ്കൂട്ടറിലൊക്കെ വന്നിട്ട് നമ്മളെ ഇങ്ങോട്ടേക്ക് ഇടിക്കും, എന്നിട്ട് അവർ പൈസ വേണമെന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഡാഷ് ക്യാം ഉണ്ടായിരുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വീഡിയോ റെക്കോർഡായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചു കൊടുക്കാം. പിന്നെ മാത്രമല്ല ഈ ഡാഷ് ക്യാം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസും കണ്ടു. അത് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് കാശിന് ചോദിക്കുമ്പോൾ ഡാഷ് ക്യാം ചൂണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ അവന്മാർ നൈസായിട്ട് വലിഞ്ഞ് പോകുന്ന വീഡിയോസും കണ്ടു. അപ്പോൾ ഇതൊരു സേഫ്റ്റിക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. എസ്പെഷ്യലി അതർ സ്റ്റേറ്റ്സിൽ, ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റേറ്റ്സിലും ആവശ്യമാണ്, നമ്മുടെ നാട്ടിലും ആവശ്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലാണ് എന്തെങ്കിലും പറഞ്ഞേക്കാം. അവിടെ ഈ ഇവരോട് എന്താ പറയാൻ പറ്റും? നമുക്ക് കന്നഡ അറിയില്ല, എനിക്ക് കന്നഡ അറിയില്ല. ഹിന്ദി അറിയാവുന്ന മുറി ഹിന്ദി വെച്ച് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പിടിച്ചേക്കാൻ പറ്റില്ല. അവർ ഹിന്ദി പറയില്ല. അവർ നമുക്ക് എന്താ അറിയില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കന്നഡയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഒരു ഡാഷ് ക്യാം ഞാൻ ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഫിറ്റ് ചെയ്തതും അങ്ങനെ ഇതാണ് ഞാൻ വാങ്ങിച്ച ഡാഷ് ക്യാം. ക്യൂബോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡാഷ് ക്യാം ആണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് അഴിച്ചു വെച്ചിട്ടുള്ളത്. അഴിച്ചു വെക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അതിലേക്ക് ഞാൻ പിന്നെ വരാം. ആദ്യം ഇതിനെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് എനിക്ക് തോന്നുന്നൊരു 5000 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഫ്രണ്ടിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. നമ്മൾ ഡാഷ് ക്യാം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് വീഡിയോ അതേപോലെ ബാക്ക് സൈഡ് വീഡിയോ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ് ഇത്. പക്ഷേ ഫ്രണ്ട് മാത്രമേ ക്യാപ്ചർ ചെയ്യുള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി വീഡിയോ ആണ്. ഞാൻ വീഡിയോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നൈറ്റ് വിഷനും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മുന്നിലുള്ള ആൾക്കാരെയും വണ്ടികളായാലും നമ്പറൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, ഇതിനകത്ത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ ഇതിനകത്ത് എത്ര 128 256 അങ്ങനെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് തോന്നുന്നു. അപ്പോൾ അത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. അതിനകത്തേക്ക് ഓട്ടോ സേവ് ആവാണ് വീഡിയോ. ഇതിൽ ഇത് പവർ കണക്ട് ചെയ്യണം. അതിനാണ് ഈ ഒരു വയർ കാണുന്നത്. ഇതുണ്ടോ, ഈ ഒരു വയർ ഇതിനകത്ത് പവർ ഇവിടെ പവറിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഈ വയർ ഇവിടെ നമുക്ക് സാധാരണ ഇവിടെ ചാർജിങ് സോക്കറ്റിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനൊരു ഒരു ഏതാണ്ട് ഒരു 5000 രൂപ വരുന്നൊരു ഡാഷ് ക്യാമാണ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്തു. ഇറ്റ് വാസ് വർക്കിംഗ് പ്രോപ്പർലി, ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തവണ ഞങ്ങൾ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് കെങ്കേരി ആ ഭാഗത്തേക്ക് പോകുമ്പോൾ, അതായത് മൈസൂർ എക്സ്പ്രസ് വേ തുടങ്ങുന്ന ആ ഭാഗത്തേക്ക് പോകുന്ന നൈസ് റോഡ് എന്നിട്ട് റോഡുണ്ട്. കോൺക്രീറ്റ് ഹൈവേ ആണ്, 4 വരി പാതയാണ്. അത്യാവശ്യം നല്ല സ്പീഡ് പോകാൻ പറ്റുന്ന റോഡാണ്. 100 അങ്ങാറ്റാണ് അവിടെ സ്പീഡ് ലിമിറ്റ് വരുന്നത്. അപ്പം അങ്ങനെ ഞാനും ദില്ലിയും കൂടി ഒരു ദിവസം ആ ഹൈവേയിൽ കുറച്ച് സ്പീഡിൽ പോകുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് എവിടുന്നാ അറിയില്ല ഒരു ചെറിയ കല്ല് വന്ന് ഗ്ലാസ്സിലടിച്ച് ഞാൻ കുറച്ച് ചെറിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പാട്ട് വെച്ചുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വണ്ടി നിർത്തിയപ്പോഴാണ് മനസ്സിലായത് ഗ്ലാസ് ക്രാക്ക് ആയിട്ടുണ്ട്, ഒരു ലൈന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് ഞാൻ എന്താ പറയുക, മാരുതി സർവീസിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്ഥിരം സംഭവമാണ്, ആ റോഡിൽ നിന്ന് എല്ലാവർക്കും പണി കിട്ടാറുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് ഇത് ഇവന്മാരുടെ ബിസിനസ് തന്ത്രമാണോ, മാരുതി വണ്ടി തിരഞ്ഞുപിടിച്ച് എറിയുന്നതാണോ എന്നൊക്കെ തോന്നി. പക്ഷേ അതല്ല സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ അതിനകത്ത് ഈ ചെറിയ കല്ലുകൾ, ഇതുപോലത്തെ നമ്മളെ ജില്ലി കല്ലുകൾ
ഓരോന്നായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ട്രക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ടയറൊക്കെ കൊണ്ട് തെറിക്കുന്നതായിരിക്കാം എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതിന് മുകളിൽ മറ്റേ ഓവർബ്രിഡ്ജിൻ്റെ പണിയൊക്കെ ചില സ്ഥലത്ത് നടക്കുന്നുണ്ട്, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തെറിക്കുന്നതായിരിക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കല്ല് വീണ് കഴിഞ്ഞാൽ പൊട്ടുന്ന ഗ്ലാസ് ആണോ ഈ മാരുതി പ്രസൊക്കെ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. പക്ഷേ അപ്പോഴാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പോകുന്ന ഏതാണ്ട് ഒരു 100 കിലോമീറ്റേഴ്സ് വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു കല്ല്, തെറിച്ച് വരുന്ന ഒരു കല്ല് ഇപ്പോൾ ഒരു 50 km/h വേഗതയിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സ്പീഡും കൂടി നോക്കിയിട്ടായിരിക്കില്ല ഇമ്പാക്റ്റ് വരിക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാം ക്രാക്ക് പറ്റിയത്. ഇതിൽ ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈന്, ഒരു പോയിന്റിൽ ഇമ്പാക്റ്റും അവിടെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഹോളൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു ഇമ്പാക്റ്റുള്ളൊരു ഭാഗവും ദെൻ അതിനകത്തുനിന്നൊരു ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ടും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെനിക്കൊരു ഈ വീഡിയോ എനിക്കൊരു റെക്കോർഡും കൂടിയാണ്. കാരണം ഈ വണ്ടി ഇൻ കേസ് ഞാൻ ഭാവിയിൽ വിൽക്കുകയാണെങ്കിൽ ഇത് ആൾക്കാർ ചോദിക്കില്ലേ, ഇതിൻ്റെ ചില്ല് മാറ്റിയത് കണ്ടിട്ട് ഈ ചില്ലിങ്ങനെ മാറ്റിയെന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണ എല്ലാവരും പറയാനുള്ള റീസൺ തേങ്ങ വേണ്ടെന്നാണ്. ഞാനെന്തായാലും അത് പറയാൻ പോകുന്നില്ല. ഈ ഒരു വീഡിയോ എനിക്കെടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, വലിയ ആക്സിഡൻ്റ് ഒന്നും പറ്റിയല്ല, ഈ ഒരു സംഭവം കൊണ്ട് ഗ്ലാസ് മാറ്റേണ്ടി വന്നതെന്നുള്ളത്. അങ്ങനെ ഇവഞ്ച്വലി ഞാൻ മാരുതിയിൽ പോയിട്ട് ഗ്ലാസ് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഈ സാധനം ഇവിടുന്ന് പറിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ സാധനം തിരിച്ചെൻ്റെ കയ്യിലെത്തിയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ബാക്ക് സ്റ്റോറി ഇതായിരുന്നു. അപ്പോൾ ഈ സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി എനിക്ക് ഇവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ന് ഈവനിങ് നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഇവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കവറിൽ ആക്ച്വലി ഒരു ഇവിടെ ഒട്ടിച്ചൊരു ഇതുണ്ടോ, സ്റ്റിക്കർ ഉണ്ടോ, ഇതൊരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്, ഒരു ഇതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് നല്ല അഡസീവായിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പീസും കൂടി ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇതിൻ്റെ കവറിലാണുള്ളത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, നാട്ടിലേക്ക് വരുമ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പം ഈ ഒരു ഒട്ടിക്കാനുള്ള ഒരു സംഭവം കയ്യിലില്ല. അതിന് പകരം ഞാനിപ്പോൾ ഒരു വീട്ടിലുണ്ടായിരുന്നൊരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു സാധനം എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് നോക്കാം. നിൽക്കേണ്ടതാണ്, കുറച്ച് വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്, നിൽക്കാൻ അറിയില്ല, നമുക്ക് നോക്കാം. ഇതൊരു സാധാ ടൈപ്പ് ഡബിൾ സൈഡ് ടാപ്പാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് നോക്കാം. ഇത് പുറത്തുനിന്ന് കാണുമ്പം വൃത്തികേടായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഇത് ഒട്ടിച്ച് നോക്കട്ടെ. ഇൻ കേസ് ഇത് വൃത്തികേടാണെങ്കിൽ മാറ്റിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഇതിൻ്റെ തന്നെ സ്റ്റിക്കർ കൊണ്ട് തന്നെ ഒട്ടിക്കേണ്ടി വരും. 2 സംശയങ്ങളുള്ളത്. ഒന്ന്, ഇതിൻ്റെ വെയിറ്റിന് താങ്ങി നിൽക്കുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് പുറത്ത് കാണുമ്പം വൃത്തികേടായിരിക്കും എന്നുള്ളത്. നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫൈനലി ഇങ്ങനെ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാം. ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വിഷൻ ഇങ്ങനെ വെച്ച് നോക്കാം. ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതല്ലേ സെൻറ്റർ വരുന്നത്? ഓക്കെ, ഞാനത് ജസ്റ്റ് അവിടെ തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതെങ്ങനെ ഇതിൻ്റെ വീഡിയോ നോക്കുന്നതല്ലേ, ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഇതിന് ക്യൂബോ ഡാഷ് ക്യാം എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാനിതിവിടെ പ്ലേസ് ചെയ്തു. ഇപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ഒരു ഫോൺ മാത്രം എടുത്തിട്ട് വന്നത്. ഇത് ഷൂട്ട് ചെയ്യുന്ന ഈ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ. വേറൊരു ഫോണില്ലാതെ ഞാനിങ്ങനെ ഈ ആപ്പിൻ്റെ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് വേണം അത് എടുക്കണമെങ്കിൽ. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കണക്ട് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ടർ. നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് USB ആണ്. അപ്പോൾ ഞാനിതിവിടെ കണക്ട് ചെയ്തു. ഇതിൻ്റെ വയറ് ഞാൻ ഇതിലൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലൂടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് ഇതിലൂടെ എടുത്ത് ദെൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഒരു ഗ്ലൗ ബോക്സിൻ്റെ ഇതിലൂടെ ഉള്ളിലേക്ക് എടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇതങ്ങനെ പുറത്ത് കാണില്ല, ഇതാരും ശ്രദ്ധിക്കില്ല. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. SD കാർഡ് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ മൊബൈലിൽ ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ വിഷ്വൽ കാണുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യൂബോ കമ്പനിയുടെ ഡാഷ് ക്യാമാണത്. അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് പിന്നെ ഇവരുടെ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഡാഷ് ക്യാം ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് ക്യൂബോയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കിപ്പോൾ കാണുന്ന ലൈവ് വിഷ്വൽ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടാണത്, അല്ലെങ്കിൽ സൗണ്ട് ഇടയ്ക്ക് റെക്കോർഡാവും.
ദെൻ ബാക്കി എന്തെല്ലാം ഇൻഫോർമേഷൻ ഇതിനകത്ത് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിനകത്ത് km/h നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര സ്പീഡിലാണെന്നുള്ളത് സ്പീഡ് റെക്കോർഡാവും. പിന്നെ ഇവിടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് അത് റെക്കോർഡാവുന്നുണ്ട്, ഇവിടെ ലൊക്കേഷൻ, ദെൻ ടൈം റെക്കോർഡാവുന്നുണ്ട്, ഡേറ്റ് റെക്കോർഡാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡാവുന്നുള്ളത്. അത് ഈ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് എങ്ങാനും മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഇത്ര ലീഗൽ സ്പീഡിലായിരുന്നു എന്ന് ഒരു തെളിവാണല്ലോ. അപ്പോൾ അതിന് ഈ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഈ ലൊക്കേഷൻ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ക്യാമറ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ വിഷ്വൽ മാറുന്നുണ്ടോ. ഇതിപ്പോൾ ഞാൻ മുകളിലേക്കാണ് വെച്ചിട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ പോസ്റ്റാണ് കാണുന്നത്, റോഡ് കാണുന്നില്ല. ഇനി ഞാൻ താഴേക്ക് വെക്കുന്തോറും ഇതിൻ്റെ വിഷ്വലും അഡ്ജസ്റ്റ് ആവുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ബോണറ്റ് കാണുന്നുണ്ട്, ഇതിപ്പോൾ നന്നായിട്ട് ബോണറ്റ് കാണുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണോ നോക്കാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വൈഡ്, അതായത് ഈ സൈഡിൻ്റെ ബോണറ്റിൻ്റെ സൈഡ് അടക്കം കാണുന്ന രീതിയിൽ വേണം ഇങ്ങനെ വെക്കാം. അല്ല കുറച്ചുകൂടി മുന്നോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും ഏതാണ്ട് ഒരു പെർഫെക്റ്റ് പൊസിഷൻ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സൈഡും കൂടി കവർ ചെയ്യണമെങ്കിൽ വേണം ഇങ്ങനെ വെക്കാം. അത് സൈഡിൽ നിന്നെങ്ങാനും ആരെങ്കിലും വന്നിട്ട് പണി തരികയാണെങ്കിൽ നമുക്ക് ഇതും കൂടി നോക്കാം. ആ രീതിയിൽ വേണം ഇങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഡാഷ് ക്യാമിനെ പറ്റി ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ ഗ്ലാസ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഈ ഫാസ്ടാഗ് ഉണ്ടോ, ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്ത സമയത്ത് ഫാസ്ടാഗ് അവർ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് രണ്ടാമത് ഇവിടെ ഒട്ടിക്കെന്ന് നോക്കിയിട്ട് മര്യാദ നടന്നില്ല. ഇതിപ്പം ഫാസ്ടാഗ് ഇത് റീഡ് ആവുന്നില്ല. ഇത് അവിടെ നിന്ന് പോയിട്ട് ഇവർ നമ്പർ അടിച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ കാര്യമുള്ളൂ. അവരിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഓൺ അടിക്കണം. കിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് വണ്ടി നമ്പർ അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് റീഡ് ആവുന്നുള്ളൂ. ഇത് വെച്ചിട്ട് ഓട്ടോമാറ്റിക് റീഡ് ആവുന്ന പരിപാടി നടക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആക്സിസ് ബാങ്കിൻ്റെ ഒരു ഫാസ്ടാഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു നമ്പറുണ്ട്. ഇതിനകത്ത് ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുതിയത് അയച്ചു തരുന്ന അവർ പറഞ്ഞത്. ഞാനത് ട്രൈ ചെയ്തില്ല, അത് ചെയ്യണം. ഇപ്പോൾ ഞാനത് ആക്സിസ് ബാങ്കിലുള്ളത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും എടുക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് പൈസ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ആവാതെ മാറ്റിയാൽ പിന്നെ ഇത് വേറെ ഒന്ന് പുതിയത് വാങ്ങിച്ചിട്ട് ഇതിനകത്തുള്ള ഫിനിഷ് ആകുന്നത് വരെ ഇത് തന്നെ യൂസ് ചെയ്യണം. അതിനുശേഷം പുതിയത് വെക്കണം. അതിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചെയ്യാനുണ്ട്. അതിൻ്റെ ആയിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇനിയിപ്പം കുറച്ച് കാലം കൂടി നാട്ടിൽ തന്നെ നിന്നിട്ട് വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകാനാണ് പ്ലാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ഡ്രൈവ് സേഫ്, ബൈ ബൈ.